നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ നക്ഷത്രങ്ങളെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നമ്മളുടെ ജനന വർഷവും തീയതിയും. സംഖ്യാശാസ്ത്രമനുസരിച്ച് എല്ലാ മനുഷ്യർക്കും ഒരു സിദ്ധസംഖ്യയുണ്ട്. അത് 1-നും 9-നും ഇടയിലായിരിക്കും. നമ്മുടെ സിദ്ധസംഖ്യ ഏതെന്ന് അറിയുകയും ആ സിദ്ധസംഖ്യയുടെ ഫലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഭാഗ്യദിനവും ഏറ്റവും നല്ല ഭാഗ്യവർഷവും ഏറ്റവും നല്ല തീയതികളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. തന്മൂലം ഇതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയം നേടുവാനും നമ്മൾക്ക് കഴിയും. അതിനായി വേണ്ടത് ആദ്യം നമ്മളുടെ സിദ്ധസംഖ്യ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് 2 രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് ഒന്ന്, കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നവർക്ക് കൃത്യമായിട്ടുള്ള സിദ്ധസംഖ്യ ലഭിക്കും. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ പാടില്ലാത്തവർക്ക് പേര് വെച്ചാണ് സിദ്ധസംഖ്യ കണ്ടുപിടിക്കുന്നത്. എന്നിരുന്നാലും സിദ്ധസംഖ്യ വളരെ ഫലവത്തായിട്ട് കാണുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കണ്ടുപിടിക്കുന്നവരുടെ ഫലങ്ങളെ അനുസരിച്ചാണ്. ആദ്യമായിട്ട് ജനനത്തീയതി വെച്ചുള്ള സിദ്ധസംഖ്യാ നിർണയവും അതിന്റെ ഫലങ്ങളുമാണ് പറയാൻ പോകുന്നത്. സിദ്ധസംഖ്യ കണ്ടുപിടിക്കുന്നതിന് വളരെ പ്രയാസമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രാജു എന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 14/5/1983 ആണെങ്കിൽ ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടുക. അതായത് 1+4+5+1+9+8+3 എന്നൊരു സംഖ്യ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് 2 അക്കമുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒറ്റയക്കമാക്കേണ്ടതുണ്ട്. അതിനായിട്ട് 3+1 = 4. അതായത് രാജുവിന്റെ സിദ്ധസംഖ്യ 4 ആണ്. ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയ ശേഷം ഒന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങളുടെ സിദ്ധസംഖ്യയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കിട്ടിയ സിദ്ധസംഖ്യ ഏതാണോ ആ സംഖ്യയിൽ പറയുന്ന ഫലങ്ങളായിരിക്കും നിങ്ങളുടെ കൂടുതലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്. ഇത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ, ഇതിൽ പറയുന്ന ദിവസങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ വിജയമായിരിക്കും. അപ്പോൾ 1 മുതൽ 9 വരെ ഉള്ള സിദ്ധസംഖ്യകളുടെ ഫലങ്ങളാണ് ഇനിയും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കൂട്ടിയ സിദ്ധസംഖ്യയുടെ ഫലം ഏതാണെന്ന് നോക്കി അത് മനസ്സിലാക്കി ഇരിക്കുക. അപ്പോൾ 1 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവരുടെ ഫലങ്ങൾ പറയുന്നത്, ഈ സംഖ്യ സൂര്യനെയാണ് കുറിക്കുന്നത്. 1 എന്ന സിദ്ധസംഖ്യ വരുന്നവര് സ്വതന്ത്രരും നിർബന്ധശീലരും വ്യക്തിമഹത്വവും ഉള്ളവരും ഒക്കെ ആയിരിക്കും. പ്രതിബന്ധങ്ങളെ സധൈര്യം തരണം ചെയ്യുന്നവരും ആദർശധീരരും സ്ഥാനകാംക്ഷികളും ഒക്കെ ആയിരിക്കും ഇവര്. വിജയം കരഗതമാക്കുന്നതിലേക്കായി എന്തെല്ലാം ക്ലേശങ്ങൾ സഹിക്കുന്നതിനും ഇവർ തയ്യാറാണ്. ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് പരിശ്രമിക്കാനുള്ള ശക്തിയും മനക്കരുത്തും ഇവർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ഷമാശീലരാണെങ്കിലും എതിരിട്ടാൽ പിന്മാറുന്ന പ്രശ്നമില്ല ഇവര്. പിതൃഭക്തരായ ഇവർക്ക് സന്താനങ്ങൾ പൊതുവെ കുറവായിരിക്കും. 20 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനാൽ ജീവിതത്തിൽ ശരിയായ ഒരു രൂപം കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. 50-നും 59-നും ഇടയിലുള്ള കാലഘട്ടം വളരെ ഭാഗ്യപ്രദമാണ്. എന്നാൽ 40-നും 50-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ കാര്യവിഖ്യാതവും മനക്ലേശവും കുടുംബത്തിൽ പ്രശ്നവും പണനഷ്ടവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇത് കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ ശിവഭഗവാനെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. ഈ ഫലങ്ങളെല്ലാം തരണം ചെയ്തു പോകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇവരുടെ 9, 13, 31, 40, 62, 82 എന്നീ വയസ്സുകൾ ദോഷസന്ധി ഉള്ളതാണ്. ഇവരുടെ 10, 19, 28, 37, 46, 55, 64 എന്നീ വയസ്സുകളിലെ അനുഭവങ്ങൾ തമ്മിൽ വളരെ സാമ്യമുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇവരുടെ ഭാഗ്യനിറമെന്ന് പറയുന്ന ഓറഞ്ചും റോസുമാണ്. ഇവർക്ക് ഭാഗ്യദായകമായിട്ടുള്ള മാസങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ഫലവത്താവാൻ സാധ്യതയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് ജനുവരി, മാർച്ച്, മെയ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങളാണ്. ഞായർ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളും ഇവർക്ക് നല്ലതാണ്. 1, 3, 5, 7, 10, 12, 16, 21 എന്നീ തീയതികളിലും ഇവർക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ 1 എന്ന സിദ്ധസംഖ്യയുള്ളവർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. അടുത്തായിട്ട് 2 സിദ്ധസംഖ്യയായിട്ട് ലഭിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 2 എന്ന സംഖ്യ ചന്ദ്രനെയാണ് പരാമർശിക്കുന്നത്. 2 സിദ്ധസംഖ്യയായിട്ട് ലഭിച്ചവര് സൗമ്യരും ജനസമ്മതരും പരോപകാരശീലരും മാതൃഭക്തരും നല്ല വാക്ചാതുര്യമുള്ളവരും വൈദ്യം, സാഹിത്യം, ജ്യോതിഷം എന്നീ ശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. കുടുംബത്തിൽ നിന്നൊക്കെ വേർപെട്ട് താമസിക്കുവാൻ വൈമനസ്യമുള്ളവരാണ് ഇവര്. മറ്റുള്ളവർക്ക് വരാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് സ്വപ്നരൂപേണയും മറ്റും ഇവർക്ക് ചില മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ദിനചര്യ
ആചരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തി ഉള്ളവരാണെങ്കിലും സ്ഥിരമായ ഒന്നിനെ ലക്ഷ്യമാക്കി വളരെയധികം ത്യാഗങ്ങളും ക്ലേശങ്ങളും ഒന്നും സഹിച്ച് ഇവർ പ്രവർത്തിക്കാറില്ല. പല കാര്യങ്ങളിലും സാമാന്യ കഴിവ് ഉള്ളവരൊക്കെ ആയിരിക്കും ഇവർ. പല കാര്യങ്ങളിലും സാമാന്യമായ കഴിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ ഒന്നിലും തന്നെ ഉറച്ചു നിൽക്കാൻ സാധ്യതയില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാനും ബുദ്ധിപൂർവമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും സമർത്ഥരാണെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ തോന്നുന്ന മനോഭാവവും സാഹചര്യവും അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പതിവ്. ഇവർക്ക് സമുദായത്തിലൊക്കെ നല്ല സ്ഥാനം ലഭിക്കുന്നതാണ്. ഇവർ സഞ്ചാരശീലരും ധർമ്മിഷ്ഠരും ലോകപരിചയമുള്ളവരും ഒക്കെ ആയിരിക്കും. ഇവരുടെ 20നും 29നും ഇടയിലുള്ള കാലഘട്ടം സംഭവ ബഹുലമായിരിക്കും. 30 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടം ഏറ്റവും ഭാഗ്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. 50നും 59നും ഇടയിലുള്ള കാലയളവില് ശാരീരിക ക്ലേശങ്ങളും കുടുംബ ദുരിതവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മാറുന്നതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. 60നും 69നും ഇടയിലുള്ള കാലഘട്ടം വളരെ നന്നായിരിക്കും. 8, 12, 21, 26, 72, 80 ഈ വയസ്സുകൾ ഔഷധ സന്ധികളായിട്ടാണ് കരുതേണ്ടത്. നിങ്ങളുടെ ഭാഗ്യദായകമായിട്ടുള്ള നിറങ്ങൾ വെള്ളയും നീലയുമാണ്. നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന മാസങ്ങൾ ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നിവയാണ്. തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളും 2, 4, 6, 11, 13, 20, 24, 31 തീയതികളും പൊതുവെ അനുകൂലമായിരിക്കും. ഇത് എല്ലാ മാസത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. 3 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവരുടെ ഫലങ്ങള് 3 വ്യാഴത്തിന്റെ സംഖ്യയാണ്. 3 സിദ്ധസംഖ്യയായിട്ടുള്ളവർ സ്വതന്ത്രരും സ്വാഭിമാനികളുമായിരിക്കും. മറ്റുള്ളവരുടെ മേൽ നിയന്ത്രണം കാക്ഷിക്കുന്നവരും ആജ്ഞാശക്തി ഉള്ളവരുമായിരിക്കും ഇവർ നിയമങ്ങളെ അതേപടി അനുസരിക്കുന്നവരും കൃത്യനിഷ്ഠയുള്ളവരും സമാധാനപ്രിയരുമാണ്. നീതിന്യായത്തോട് ബഹുമാനവും നിർബന്ധശീലവും ഉണ്ടായിരിക്കുന്നവരാണിവർ. ഇവർ സൂത്രശാലികളും വാശിയുള്ളവരും പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുവാൻ സമർത്ഥരും സംഭാഷണ ചാതുര്യവും സഭാകമ്പമില്ലാത്തവരും വ്യവഹാരപ്രിയരും ഭാഗ്യശാലികളും ഒക്കെയാണ് ഈ 3 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവര്. ആധ്യാത്മിക കാര്യങ്ങളിലും താല്പര്യവും ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരാണ്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ സംഭവവികാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ കടന്നു പോകുന്നതാണ്. 27ാമത്തെ വയസ്സ് ഏറ്റവും ഭാഗ്യപ്രദമായിട്ടുള്ളതാണ്. തുടർന്ന് 39 വരെയുള്ള കാലഘട്ടം വളരെ ഐശ്വര്യപൂർണമായിട്ട് കടന്നു പോകും. 39 മുതൽ 50 വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് കാണുന്നത്. 50 മുതൽ 59 വയസ്സ് വരെയുള്ള കാലഘട്ടം ഏറ്റവും ഭാഗ്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. 42ാമത്തെ വയസ്സിൽ കർമ്മഗുണവും ഗ്രഹവസ്തു ലാഭവും പ്രവർത്തന വിജയവും ഒക്കെ കാണുന്ന ഒരു വയസ്സാണ്. 4, 5, 8, 16, 35, 44, 71 വയസ്സുകൾ ദോഷസന്ധികളാണ്. ഭാഗ്യദായകങ്ങളായിട്ടുള്ള ദിവസങ്ങൾ ഞായർ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നിവയാണ്. എല്ലാ വർഷവും മാർച്ച്, മെയ്, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും. ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ 1, 3, 7, 10, 14, 18, 21, 27 എന്നീ തീയതികളാണ്. ഭാഗ്യദായകമായിട്ടുള്ള നിറങ്ങൾ പച്ചയും മഞ്ഞയുമാണ്. അടുത്തതായിട്ട് സിദ്ധസംഖ്യ 4 വന്നവരുടെ ഫലമാണ്. സംഖ്യാജ്യോതിഷപ്രകാരം 4 യുറാനസിന്റെ ചിഹ്നമാണ്. 4 സിദ്ധസംഖ്യയായിട്ട് ഉള്ളവര് സൽസ്വഭാവികളും സത്യസന്ധരും മുഖസൗന്ദര്യവും വേഗത്തിൽ വികാരക്ഷതം തട്ടുന്നവരുമൊക്കെ ആയിരിക്കും. ഉത്സാഹശീലരും ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമൊക്കെയാണ് ഈ 4 എന്ന സിദ്ധസംഖ്യ ഉള്ളവര്. ജ്യോത്സ്യം, ഇന്ദ്രജാലം, മന്ത്രവാദം മുതലായ ഗൂഢശാസ്ത്രങ്ങൾ ഇവരെ കണക്കിലധികം ആകർഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർക്ക്. നിയമങ്ങളെയും ചട്ടങ്ങളെയും വെറുക്കുന്ന ഇവർ കലാവല്ലഭന്മാരായിരിക്കും. ധർമ്മിഷ്ഠനായും ദാനശീലനായും കാണുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. നിസാര കാര്യങ്ങൾ ഇവരെ വളരെ ചിന്താക്കുഴപ്പത്തിലാക്കുവാനും അഗാധമായ ദുഃഖത്തിലും പതിപ്പിക്കുവാനും കഴിയുന്നത് ഇവരുടെ ഒരു പോരായ്മയാണ്. 20 മുതൽ 29 വയസ്സുവരെയും 40 മുതൽ 49 വയസ്സുവരെയുമുള്ള കാലഘട്ടങ്ങളാണ് ഏറ്റവും നല്ലത്. 7, 14, 19, 28, 32, 61 എന്നീ വയസ്സുകൾ ദോഷസന്ധികളായിരിക്കും. ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളും തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ആഴ്ചകളും പൊതുവെ ഭാഗ്യപ്രദമാണ്. 2, 4, 6, 8, 11, 13, 17, 24, 27, 31 തീയതികൾ ഇവർക്ക് അനുകൂലമായിരിക്കും. സൗഭാഗ്യ നിറങ്ങളെന്ന് പറയുന്നത് നീലയും വെള്ളയുമാണ്. അടുത്തായിട്ട് 5,
5 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവരുടെ ഫലങ്ങളാണ്. ഈ 5 എന്ന് പറയുന്നത് ചാഞ്ചല്യത്തിന്റെയും ചപലതയെയും പ്രതിനിധീകരിക്കുന്ന ബുധന്റെ സംഖ്യയാണ്. ഇവർ ബുദ്ധിമാന്മാരും സംഭാഷണ ചാതുര്യവും ദ്രുതഗതിക്കാരും ദീനാനുകമ്പയുള്ളവരും പണ്ഡിതരും ആയിട്ടാണ് കാണുന്നത്. അധ്വാനമുള്ള വേലകളെല്ലാം വെറുത്ത് വേഗം പണമുണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് ഇവർ കുതിച്ചു ചാടുന്നതാണ്. ഇവരുടെ യുവത്വവും പ്രസരിപ്പും ഉത്സാഹവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്ഥിരമായ സമ്പത്തൊന്നും കരുതി വെച്ചില്ലെങ്കിലും പല മാർഗങ്ങളിൽ കൂടി ധനം ഒഴുകി വന്നു ചേരുന്ന ഒരു ഭാഗ്യം ഇവർക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ വിവാഹത്തിലേക്ക് കടക്കുന്ന ഇവർ കുട്ടികളോട് വലിയ വാത്സല്യമുള്ളവരായിരിക്കും. ഇവർ വളരെയധികം സംസാരിക്കുന്നവരും അനവധി മനുഷ്യരുമായിട്ട് ഇടപഴകുന്നവരും ക്ഷിപ്ര സ്നേഹികളും ഒക്കെ ആയിട്ടാണ് കണ്ടുവരുന്നത്. 20നും 29 വയസ്സിനും ഇടയിൽ വലിയ പുരോഗതിയൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല. 50നും 59നും ഇടയ്ക്കും 70നും 79നും ഇടയ്ക്കുമുള്ള കാലങ്ങൾ വളരെ ഗുണപ്രദമാണ്. 29നും 50നും ഇടയിലുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. എങ്കിലും ഗുണങ്ങൾ അധികരിച്ചിരിക്കും. 9, 15, 18, 20, 27, 36, 40, 45, 59 എന്നീ വയസ്സുകൾ ദോഷസന്ധികളാണ്. ജനുവരി, മാർച്ച്, മെയ്, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ എന്നീ മാസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണ്. ഞായർ, ബുധൻ, ശനി എന്നീ ദിവസങ്ങൾ ഇവർക്ക് ശുഭമാണ്. 1, 7, 8, 10, 12, 16, 17, 19, 30 എന്നീ തീയതികൾ പൊതുവെ അനുകൂലമായിരിക്കും. ഇവരുടെ ഭാഗ്യനായകമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് പച്ചയും കറുപ്പുമാണ്. അടുത്തായിട്ട് 6 എന്ന സിദ്ധസംഖ്യ വരുന്നവരുടെ ഫലങ്ങളാണ്. 6 എന്ന സംഖ്യ ശുക്രന്റെ ചിഹ്നമാണ്. 6 സിദ്ധസംഖ്യ ആയിട്ടുള്ളവര് സൗന്ദര്യ ആരാധകരും ആലോചനാ നിപുണരും സമാധാനശീലരും മുഖപ്രസാദമുള്ളവരും പരോപകാര തൽപരരുമായിട്ടായിരിക്കും കാണുന്നത്. കൽപ്പനാവൈഭവമുള്ള ഇവർ എല്ലാ കലകളിലും സംഗീതത്തിലും സാഹിത്യത്തിലുമെല്ലാം വലിയ പ്രാവീണ്യമുള്ളവരായിരിക്കും. വാശി വന്നു കഴിഞ്ഞാൽ വിജയം കരഗതമാക്കുന്നതിന് മരണം വരെ ഇവർ പോരാടാറുണ്ട്. സ്നേഹത്തിൽ അസ്ഥിരതയും ക്ഷണത്തിൽ ഇടറുന്നവരുമാണ് ഇവര്. സാഹചര്യങ്ങളും സഹപാഠികളും ഇവരുടെ സ്വഭാവത്തെ സ്വാധീനിച്ചിരിക്കുന്നു. ഭംഗിയായി വേഷവിധാനം ചെയ്യുന്നതിലും സാധന സാമഗ്രികളൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിലും ഇവർ വളരെയധികം നിഷ്കർഷയുള്ളവരായിരിക്കും. 20 മുതൽ 29 വരെയുള്ള കാലഘട്ടവും 40 മുതൽ 49 വരെയുള്ള കാലഘട്ടവും വളരെ ഐശ്വര്യപ്രദമാണ്. 30 മുതൽ 39 വരെയും 60 മുതൽ 69 വരെയുമുള്ള കാലഘട്ടം അനുകൂലം തന്നെയാണ്. 50 മുതൽ 59 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ദുരിതപൂർണമാണ്. 10, 19, 23, 32, 37, 55, 73, 76 എന്നീ വയസ്സുകള് ദോഷസന്ധികളായിട്ട് കരുതണം. വെള്ളി, ചൊവ്വ, തിങ്കൾ എന്നീ ദിവസങ്ങളും ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളും വളരെ ഭാഗ്യമുള്ള മാസങ്ങളാണ്. 2, 4, 9, 15, 18, 20, 22, 26, 29, 31 എന്നീ തീയതികൾ അനുകൂലമുള്ള ദിവസങ്ങളുമായിരിക്കും. സൗഭാഗ്യ നിറങ്ങള് ചുവപ്പും നീലയുമാണ്. 7 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവര് 7 എന്ന സംഖ്യ നെപ്റ്റ്യൂൺ ഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് സിദ്ധസംഖ്യയായിട്ട് ഉള്ളവര് അസ്ഥിരരും സഞ്ചാരപ്രിയരുമൊക്കെ ആയിട്ടാണ് കാണുന്നത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരും തികഞ്ഞ വ്യക്തിത്വമുള്ളവരുമാണ് ഇവര്. ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും സാഹിത്യകാരന്മാരും കലാനിപുണരും ആയിത്തീരുന്നതാണ്. പ്രകൃതിയെ ആരാധിക്കുന്ന ഇവർ പകൽക്കിനാവ് കാണുന്നവരും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള വശ്യശക്തിയുള്ളവരുമാണ്. ജ്ഞാനസമ്പാദനത്തിൽ സദാ ഉത്സുകരായിരിക്കും ഇവര്. ജീവിതകാലം മുഴുവൻ സാധാരണഗതിയിൽ പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുന്നതിലും വളരെ ഉത്സാഹം കാണിക്കുന്നവരാണിവർ. പൂർവികരുടെ പാതയിൽ നിന്നും വ്യതിചലിച്ച് സ്വന്തമായ ആദർശത്തിൽ കൂടി മുന്നോട്ടു പോകുവാനാണ് ഇവരിൽ പലരും ആഗ്രഹിക്കുന്നത്. ദൈവവിശ്വാസമുണ്ടെങ്കിലും മതാചാരങ്ങളെയൊക്കെ അങ്ങേയറ്റം എതിർക്കുന്ന ആൾക്കാരാണ് ഇവർ. 20നും 29നും ഇടയിലുള്ള കാലഘട്ടം ദോഷപ്രദമാണ്. ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 27 വയസ്സിനോട് അടുത്ത് ആത്മഹത്യാപരമായ ചില വിചാരങ്ങൾ ഇവരിൽ കടന്നുകൂടുന്നത് കാണാം. അത് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. 30നും 39നും ഇടയിലുള്ള കാലഘട്ടം ഏറ്റവും ഐശ്വര്യപൂർണമായിരിക്കും. 40നും 49നും ഇടയിലുള്ള കാലയളവിൽ രോഗക്ലേശങ്ങളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 50 മുതൽ 59 വരെയുള്ള
കാലഘട്ടം വീണ്ടും ക്ഷേമപ്രദമായിട്ട് കാണുന്നുണ്ട്. 11, 13, 22, 25, 27, 61 ഈ വയസ്സുകൾ ദോഷസന്ധികളായിട്ട് കരുതണം. ജനുവരി, മാർച്ച്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങളും ഞായർ, തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. 1, 3, 8, 10, 14, 17, 21, 27, 30 തീയതികൾ വളരെ ഭാഗ്യപ്രദമാണ്. കുങ്കുമം, പച്ച, മഞ്ഞ, വെള്ള എന്നിവയാണ് ഇവരുടെ ഭാഗ്യദായകമായിട്ടുള്ള നിറങ്ങള്. അടുത്തായിട്ട് 8 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. 8 ശനിയുടെ സംഖ്യയാണ്. 8 എന്ന സിദ്ധസംഖ്യക്കാർ എല്ലാ കാര്യങ്ങളിലും കർക്കശശീലമുള്ളവരാണ്. ഇവർ സഹനശീലരും വൈരാഗ്യ സ്വഭാവമുള്ളവരും കഠിനാധ്വാനം ചെയ്യുന്നവരും തികഞ്ഞ വ്യക്തിത്വമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. ആദർശധീരരും സ്ഥിരാഭിപ്രായക്കാരും നിയമപാലകരുമൊക്കെ ആയിരിക്കും ഇവർ. സ്ഥിരോത്സാഹവും ഏകാന്ത ജീവിത പ്രതിബദ്ധതയുമുള്ള ഇവർ ജീവിതത്തിന്റെ പ്രാരംഭ ദശയിൽ വലിയ ദുഃഖങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. അഭിപ്രായധീരരായ പല ജഡ്ജിമാരും 8 എന്ന സിദ്ധസംഖ്യയുള്ളവരാണ്. ഇവരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത മരണത്തിന് ശേഷം ലോകർ ഇവരെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. 20നും 29നും ഇടയ്ക്ക് ഇവർ പലതരത്തിലുള്ള തൊഴിലുകൾ സ്വീകരിക്കുന്നുണ്ട്. 30നും 49നും ഇടയിലുള്ള കാലയളവിൽ ക്രമാനുസൃതമായിട്ടുള്ള പുരോഗതി ഇവർക്ക് പ്രതീക്ഷിക്കാം. 50നും 59 വയസ്സിനും ഇടയിലും 70നും 79 വയസ്സിനിടയിലുമുള്ള കാലഘട്ടം വളരെ ഭാഗ്യപ്രദമായിട്ട് കാണുന്നതാണ്. 2, 11, 15, 27, 33, 51, 69 ഈ വയസ്സുകൾ ദോഷസന്ധികളാണ്. ജനുവരി, മാർച്ച്, ജൂലൈ, ഓഗസ്റ്റ്, ഡിസംബർ എന്നീ മാസങ്ങളും ബുധൻ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളും 3, 4, 12, 14, 16, 21, 23, 26, 30, 30 തീയതികളും വളരെ അനുകൂലമായിട്ടാണ് ഇവർക്ക് കണ്ടുവരുന്നത്. ഇവരുടെ ഭാഗ്യ നിറങ്ങള് കറുപ്പും പച്ചയുമാണ്. 9 എന്ന സിദ്ധസംഖ്യ ലഭിച്ചവരുടെ ഫലങ്ങളാണ് ഇനിയും പറയുന്നത്. ഈ സംഖ്യ കുജനെ ചിത്രീകരിക്കുന്നു. 9 സിദ്ധസംഖ്യ ലഭിച്ചിട്ടുള്ളവർ സ്വതന്ത്രരും വളരെ ധീരന്മാരും മനക്കരുത്തുള്ളവരും ദ്രുതഗതിക്കാരും ആർക്കും അടിമപ്പെടാത്തവരും സഹോദര സ്നേഹമുള്ളവരും മുൻകോപികളുമാണ്. അഗ്നിയാലും വൈദ്യുതിയാലും ഉണ്ടാകുന്ന അപകടങ്ങളും ആയുധത്താൽ ഉണ്ടാകുന്ന മുറിവുകൾ, ചതവുകൾ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കലഹശീലരായതിനാല് നിരവധി ശത്രുക്കളെ ഇവര് സമ്പാദിക്കുന്നതാണ്. മാനസിക യോഗ്യതയേക്കാൾ കൂടുതൽ ഇവർക്ക് ശാരീരിക യോഗ്യത കൂടുതലുണ്ടായിരിക്കും. ബന്ധുക്കളോടും സ്നേഹിതരോടും എപ്പോഴും ശണ്ട കൂടിയും വഴക്കു പറഞ്ഞുമൊക്കെ കഴിയുന്ന ഇവർക്ക് ജീവിതത്തിലെ യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഗുണദോഷ ഉപദേശങ്ങളാൽ ഇവരെ നന്നാക്കുക സാധ്യമല്ല. ഈ സിദ്ധസംഖ്യ ലഭിച്ച കുട്ടികളോട് ഏത് തരത്തിലാണ് പെരുമാറേണ്ടതെന്നും ഏത് വിധത്തിലാണ് അവരെ വളർത്തേണ്ടതെന്നും അറിയാതെ മാതാപിതാക്കളൊക്കെ കുഴങ്ങുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഈ കുട്ടികള് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലും ഒക്കെ സമർത്ഥരായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവരുടെ ജന്മസിദ്ധമായിട്ടുള്ള വികൃതിയും ഹിംസാശീലവും ഒക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ 9 സിദ്ധസംഖ്യക്കാർ ജീവിതത്തിൽ ഉയർന്ന പദവിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 20നും 29നും 60നും 69നും ഇടയിലുള്ള കാലഘട്ടങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 30 മുതൽ 39 വരെയുള്ള കാലഘട്ടം ഭാഗ്യപ്രദമാണ്. 40നും 49നും ഇടയിലുള്ള കാലഘട്ടത്തിൽ സ്ഥാനമാന ഗുണവും കുടുംബക്ഷേമവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഒക്കെ ഇവർക്ക് കൈവരുന്നതാണ്. 50നും 59നും ഇടയിലുള്ള കാലയളവിൽ പല വിധത്തിലുള്ള രോഗദുരിതങ്ങളും ശത്രു ഉപദ്രവവും തസ്കരപീഡയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 14, 23, 32, 41, 50, 68, 77 എന്നീ വയസ്സുകൾ ദോഷസന്ധികളായിട്ട് കരുതണം. ഭാഗ്യദായകമായിട്ടുള്ള ദിവസങ്ങൾ തിങ്കൾ, വ്യാഴം, വെള്ളി എന്നിവയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂലൈ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളും ഇവർക്ക് അനുകൂലമാണ്. 1, 3, 6, 7, 9, 12, 15, 16, 21, 28, 31 എന്നീ തീയതികളും ഇവർക്ക് അനുകൂലമായിരിക്കും. ഇവരുടെ സൗഭാഗ്യ നിറങ്ങൾ ചുവപ്പും മഞ്ഞയുമാണ്. ഇത്രയും പറഞ്ഞത് ജന്മ വർഷമറിയാവുന്നവരുടെ സിദ്ധസംഖ്യ ഫലങ്ങളാണ്. ഇനിയും ജനസംഖ്യ അറിയില്ല എങ്കിൽ പേര് വെച്ചാണ് നമ്മൾ സിദ്ധസംഖ്യ കണ്ടുപിടിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഇത് ഒരു 60% പ്രാവർത്തികമാകുകയുള്ളൂ എന്നുള്ളതാണ്. സിദ്ധസംഖ്യ ചിലപ്പോൾ അത് ശരിയായി വരണമെന്നില്ല. എങ്കിലും സിദ്ധസംഖ്യ പേര്
വെച്ച് കണ്ടുപിടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. ഇതിൽ നിങ്ങളുടെ പേരും ഇനിഷ്യലും നിങ്ങൾ ആദ്യം എഴുതുക. ഈ ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യകൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ സംഖ്യകൾ ഞാൻ പറയാം. ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന തുകയാണ് നിങ്ങളുടെ സിദ്ധസംഖ്യ. ആ സംഖ്യ നോക്കിയതിന് ശേഷം ഇതിൽ മേൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ നോക്കുക. അതിൽ നിങ്ങളുടെ സിദ്ധസംഖ്യ ഏതാണോ ആ ഫലം മനസ്സിലാക്കി വയ്ക്കുക. ഇനി പറയുന്നത് ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെയും സംഖ്യകളാണ് പറയുന്നത്. A1, B2, C3, D4, E5, F6, G7, H8, I9, J1, K2, L3, M4, N5, O6, P7, Q8, R9, S1, T2, U3, V4, W5, X6, Y7, Z8 എന്നിങ്ങനെ ഇവയുടെ തുക വരും. അപ്പോൾ നിങ്ങളുടെ പേരെഴുതിയതിന് ശേഷം അതിന് മേളിൽ സംഖ്യ എഴുതി കൂട്ടിക്കിട്ടുന്ന ഫലമാണ് നിങ്ങളുടെ സിദ്ധസംഖ്യ. അതിനുശേഷം ഈ ഫലം നോക്കിയാൽ മതിയാകുന്നതാണ്. ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.